നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്കായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇന്നത്തെ വീഡിയോ പാത്തിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായതുകൊണ്ട് തന്നെ വളരെയധികം അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ വളരെ പെട്ടെന്ന് കൃത്യതയോടുകൂടി നോക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് യോഗ്യതയുണ്ട്, നിങ്ങൾക്ക് അപേക്ഷിക്കാം, താല്പര്യമുണ്ട്, തീർച്ചയായും അപേക്ഷിക്കാം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, രക്ഷപ്പെടണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ നേവിയോടൊക്കെ ഒരു ക്രേസുള്ള ആഗ്രഹമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും. അവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാനും മറക്കേണ്ട. എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇന്ത്യൻ നേവിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് ജാൻ 2027 കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 25 ജൂൺ 2026 ലാസ്റ്റ് ഡേറ്റ് ഇതല്ല, ലാസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. 27 ജൂലൈ അല്ല, പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഓഗസ്റ്റ് ഏകദേശം 3-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓഗസ്റ്റ് 3 വരെ ഇപ്പം ലാസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. 3 ഓഗസ്റ്റ് 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നേവിൻ്റെ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നേവി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും. INA ഇന്ത്യൻ നേവൽ അക്കാഡമിയിലായിരിക്കും ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഉണ്ടാവുക. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെയാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. കേരളത്തിലാണ്, കണ്ണൂരിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതുകൂടി നമ്മുടെ കൺസിഡറേഷനിൽ വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. വിവിധ തരം ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും അതുപോലെ എഡ്യൂക്കേഷൻ ബ്രാഞ്ച്, വിവിധ ബ്രാഞ്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനിൽ കാഡറിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വിളിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഏതാണ് ബ്രാഞ്ച് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വേക്കൻസി മെൻ ആൻഡ് വുമൺ എലിജിബിൾ ആണോ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾ ആദ്യം കണ്ണോടിക്കേണ്ടത് ഈ ക്വാളിഫിക്കേഷൻ്റെ ഭാഗത്താണ്. ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുശേഷം ഏജ് ലിമിറ്റ് നോക്കുക. അതിനുശേഷം അത് ഓക്കെ ആണെങ്കിൽ ഏത് ബ്രാഞ്ചാന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വേക്കൻസി കൺസിഡർ ചെയ്യുന്നുണ്ട്, തീർച്ചയായും അതും കൂടി കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്യൂർലി ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. പിന്നെ ഷുവർ SSB ഇൻ്റർവ്യൂ ഉണ്ടാകും, അത് നമുക്കറിയാവുന്നതാണ്. എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കും, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് BE BTech 60% മാർക്കോട് കൂടി ഏത് ഡിസിപ്ലിനിൽ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാം. ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ജൂലൈ 2002 അതുപോലെ 1 ജാൻ 2008 ഈ ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പൈലറ്റ്, നാവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ, അതുപോലെ എയർ ട്രാഫിക് കൺട്രോളർ തുടങ്ങിയ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യോഗ്യത BE BTech എനി ഡിസിപ്ലിൻ 60% മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതല്ലാതെ മുകളിലുള്ള ഈ ഒരു എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്കും കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് താല്പര്യമുള്ളതിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിന് വേണ്ട ഒരു യോഗ്യതയാണ്, കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് 60% മാർക്ക് ഇൻ ക്ലാസ് 10 അതുപോലെ തന്നെ +2 ഇത് രണ്ടിലും ഉണ്ടായിരിക്കണം. മിനിമം 60% മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ +2ലും 10ലും നിങ്ങൾക്ക് നിർബന്ധമായിട്ട് 60% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സാവണം. അത് കൂടാതെ 60% മാർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ 10ലോ അല്ലെങ്കിൽ +2ലോ, മനസ്സിലായെന്ന് കരുതുന്നു അല്ലേ? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 10ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യണം, രണ്ടിലുണ്ടെങ്കിലും പ്രശ്നമില്ല, ഏതെങ്കിലും ഒന്നിലെങ്കിലും വേണം. ഇംഗ്ലീഷിലും കൂടി 60% മാർക്ക് വേണം. പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും യോഗ്യത സെയിം ആണ് കേട്ടോ. ഏജ് ലിമിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. മാറ്റങ്ങളുണ്ടെങ്കിൽ ഇവിടെ മാറ്റങ്ങളുണ്ട്. ഒരു പോസ്റ്റിന് ഇവിടെ മാറ്റം 2006 1 2008. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ലോജിസ്റ്റിക്സ് ആണ്. അതിന് നിങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള യോഗ്യതകളാണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ BTechോ അല്ലെങ്കിൽ MBAയോ അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom BSc IT തുടങ്ങിയ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി അപേക്ഷിക്കാനായിട്ട് കേട്ടോ. പിന്നെ വിവിധങ്ങളായിട്ടുള്ള യോഗ്യതയിൽ ഇവിടെ നാവൽ ആർണമെൻറ്റ് ഇൻസ്പെക്ടർ കാഡർ വരുന്നത്, അതായത് NAIC വരുന്ന കാണാൻ സാധിക്കും. അതിൽ മിനിമം നിങ്ങൾക്ക് വേണ്ട BE BTech തന്നെയാണ് പറയുന്നത്. അതായത് BTech ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വിത്ത് 60% മാർക്കോട് കൂടി ഫോളോയിങ് സ്ട്രീംസിൽ ഈ സ്ട്രീംസിൽ ഉണ്ടായിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഫിസിക്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ 10ലും +2ലും 60% മാർക്ക്, ഇംഗ്ലീഷിൽ 60% മാർക്ക് ഏതെങ്കിലും ഒന്നിൽ അത് നിർബന്ധമായിട്ട് വേണമെന്ന് ശ്രദ്ധിക്കും. എഡ്യൂക്കേഷൻ കാണാൻ സാധിക്കും. എഡ്യൂക്കേഷൻ സ്ട്രീമിലേക്ക് വന്നിട്ടുള്ള കാണാൻ സാധിക്കും. വീഡിയോ പോസ് ചെയ്യാം. യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഓരോരോ എഞ്ചിനീയറിംഗ് സ്ട്രീം ഇവിടെ വന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ യോഗ്യത ഉണ്ടോ എന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലായ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ ക്ലാരിറ്റി വരുത്താം. അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും നിങ്ങൾക്ക് താഴെ ലഭിക്കും. ഇപ്പോൾ പ്യൂർലി ഇതിന് എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ബാക്കിയുള്ള പ്രൊസീജിയറിന് വേണ്ടി വിധേയരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. ഡിഗ്രി ഉള്ളവർക്ക്, എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഡിഗ്രിയൊക്കെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റ് ഇതുപോലെ ലഭിക്കാൻ പ്രോപ്പറായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.